ഹലോ, അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാ. എവിടെയാന്ന് ഞങ്ങളിപ്പോ പറയുന്നില്ല. ഞങ്ങള് ഉള്ള തുണിമണിയെല്ലാം കെട്ടിപ്പറക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും താമസിച്ചു. നേരത്തെ ഇൻട്രൊഡക്ഷൻ എടുക്കണമെന്നൊക്കെ ഓർത്താ, പക്ഷെ എന്റെ ടിക്കറ്റ് കാരണം ഇച്ചിരി നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ ഒന്നും എടുത്തില്ല. പിന്നെ ആവശ്യത്തിനുള്ള തുണിമണി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് വീടിന്റെ ആധാരം ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് അയൽ കിടന്ന സാധനം വരെ ഞാൻ പെറുക്കി എടുത്തോണ്ട് പോന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എവിടെയും പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതൊന്നും എടുക്കുന്നതായിരിക്കില്ല. ആകെപ്പാട് 2-3 തുണി ഇതിനകത്തൊന്നും എടുക്കാറുള്ളൂ. എന്നാലും ഇതെല്ലാം കൊണ്ടുപോയില്ലേ ഒരു സമാധാനക്കേടാ. അതുകൊണ്ട് എല്ലാം എടുത്തിട്ടുണ്ട്. ചേട്ടൻ ഇവിടുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്. ചേട്ടയ്ക്ക് പക്ഷെ ക്യാമറ കണ്ട ഭയങ്കര നാണമാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ മിസ്റ്റർ പ്രസാദ് ഇങ്ങോട്ട് നോക്കാമോ. കുമ്പടൂരിൽ നമുക്കൊരു കുഞ്ഞിച്ചെരുപ്പ് വാങ്ങിക്കണം, BP ചെരുപ്പ് വാങ്ങിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കട തപ്പി പോവാ രാവിലെ. നമ്മൾ എന്നാ വാങ്ങിച്ചു പൊന്നൂന്? ഒരു ചെരുപ്പ് വാങ്ങിച്ചു. എന്നാ ചെരുപ്പ് വാങ്ങിച്ചു? ഞങ്ങൾ PP ചെരുപ്പ് വാങ്ങിച്ചു കേട്ടോ. നമുക്ക് PP ചെരുപ്പ് ഇല്ലായിരുന്നു. അപ്പൊ സോക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ PP ചെരുപ്പ് വാങ്ങിച്ചു. ദാരിദ്ര്യം പറയുന്നത്. സുമ്പട് വേണ്ട ഒരു പേഴ്സും കടിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു പേഴ്സ് കൊടുത്തിട്ട് അതിനകത്ത് സിബ് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതിന്റെ ബാക്കി പേപ്പറുകൾ മൊത്തം അവൻ കടിച്ച് വലിച്ച് കീറി കളഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓഫീസിൽ പോയി ചേട്ടായിക്ക് ഇച്ചിരി പണി തീർത്തിട്ട് വേണമായിരുന്നു പോകാനായിട്ട്. അച്ചാച്ചിയുണ്ട്, അമ്മച്ചിയുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങളോടത്തി പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് അടിച്ചു പൊളിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ശ്യാമളമ്മച്ചി തേണ്ട ശ്യാമളമ്മച്ചിയുടെ പൈനാപ്പിളും പെട്ടിയൊക്കെ പിടിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ. വാള് വെക്കാതിരിക്കാൻ വേണ്ടി പൈനാപ്പിളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി കൊണ്ടുവന്നേക്കുവാണ്. പിന്നെ നമ്മുടെ ചെറുക്കൻ തേണ്ട നല്ല ഉറങ്ങി. ഒരു വഴക്കോ അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പാവം അങ്ങനെ കിടന്നുറങ്ങട്ടെ. കുഞ്ഞാത്ത് പിന്നെ എവിടെ പോയാലും ഇങ്ങനെ നിന്നേ പോകത്തുള്ളൂ. അതുകൊണ്ട് സീറ്റിൻ്റെ ആവശ്യം വരുന്നില്ല വേറെ. ഇതണോ കഴിച്ചിട്ടൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേ ഉപ്പിലിട്ട് നെല്ലിക്ക ഇരിക്കുന്നു. എങ്കിൽ ഇച്ചിരി വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ചേട്ടായി പോയി വാങ്ങിച്ചോണ്ട് വന്ന്. സത്യം പറയാലോ, ഇത് ഉപ്പിലിട്ടതാണോ അതോ ഇനി അച്ചാറിടാൻ വേണ്ടി പുഴുങ്ങി വെച്ചിരുന്ന സാധനമാണോ എന്നറിയത്തില്ല. എന്തായാലും കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും തട്ടുകെട്ടാം. പിന്നെ അങ്ങോട്ട് ചെല്ലും തോറും ചൂടൊക്കെ കൂടി വന്നു. നല്ല ഉരുകുന്ന ചൂടായിരുന്നു. പിന്നെ കിട്ടിയ സാധനങ്ങളൊക്കെ വായിക്കകത്ത് പെറുക്കിയിട്ട് ചവച്ചരച്ചവിടിരുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്ക് പല്ലിന് വേദനയുടെ ലക്ഷണങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. കാരണം ഒരു പല്ല് നന്നായിട്ട് കേടായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നും കുറിച്ച് ഞങ്ങളങ്ങനെ പോവുകയാണ്. ഹലോ, റാന്നി വന്നു കേട്ടോ. ഞങ്ങൾ മെടുത്തിടപാട് തീർന്നു. ചെറുക്കൻ്റെ പാമ്പർ മാറാനായിട്ടും ഒക്കെ ആയിട്ട് നിർത്തിയതാണ്. അവർ പേരയ്ക്ക് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ കണ്ണിൻ്റെ പുറത്താണ് ഒരു കൺകുരുണ്ട് നന്നായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ചൂട് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ നല്ല സൂപ്പർ പേരയ്ക്കയും വാങ്ങിച്ചു കേട്ടോ ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. നല്ല അടിപൊളി പേരയ്ക്കായിരുന്നു. പിന്നെ ചേട്ടനെയും കൂടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തി ചേട്ടനോട് പറഞ്ഞു ചേട്ടനെ ഞാൻ സിനിമയ്ക്ക് എടുത്തിരിക്കുന്നു. അങ്ങനെ ചേട്ടൻ്റെ മുഖത്ത് ആ ചിരിയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറി തിന്നും കുടിച്ചും സിനിമ കണ്ടും പാട്ട് കേട്ടും ഒക്കെ ഒരു 4 മണിക്കൂർ മിച്ചം വണ്ടിക്കകത്തിരുന്ന് മെഴുകിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തോട്ടൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പച്ചപ്പുല്ലും വെള്ളമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അടുക്കാറായിട്ടുണ്ട്. മനസ്സിലായി. സ്ഥലം എത്തിയിരിക്കുന്നു. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ. നമ്മളെവിടെ വന്നാ കുഞ്ഞത്തു? അങ്ങനെ ഞങ്ങൾ ഗീതകുഞ്ഞമ്മയുടെയും ബിജുപാപ്പൻ്റെയൊക്കെ കയറി താമസത്തിന് വന്നതാണ് കേട്ടോ. അമ്മയുടെ അനിയത്തിയുടെയൊക്കെ. ഇതാണ് ഞങ്ങളുടെ ബിജുപാപ്പൻ. നമ്മുടെ വീട്ടുടമസ്ഥ വന്നു. ഈ ടാറ്റ വന്നില്ല, അത് ഭയങ്കര വിഷമം. അപ്പം ഗീത ബിജു ടാറ്റ വരുന്നതായിരിക്കും നിങ്ങൾക്ക്. ഒരു നല്ല വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. അപ്പം ഗീതകുഞ്ഞമ്മയ്ക്കും ബിജുപാപ്പനും അങ്ങനെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം നല്ലൊരു വീട് റെഡിയായിരിക്കുകയാണ്. അവരുടെ ആ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ അവരെക്കാളേറെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്.